ഭരണഘടനാപരവും സാമൂഹിക പ്രാധാന്യമുള്ള നിരവധി വിധിന്യായങ്ങൾ കൊണ്ട് മനുഷ്യാവകാശം ഉയർത്തിപ്പിടിച്ച വർഷമാണ് 2025. സ്ത്രീ സുരക്ഷ, പരിസ്ഥിതി, തൊഴിൽ തുടങ്ങി വിവിധ മേഖലകളിൽ നീതിപീഠത്തിന്റെ ശക്തമായ ഇടപെടലുണ്ടായി. വിധി പറയുകയും പിന്നീട് സ്വയം തിരുത്തലുകൾ നടത്തുകയും ചെയ്ത വർഷം കൂടിയാണ് ഈ കഴിഞ്ഞു പോകുന്നത്. പരമോന്നത നീതിപീഠത്തിൽ 2 ചീഫ് ജസ്റ്റിസുമാർ ചുമതലയേറ്റതും ഇക്കൊല്ലമാണ്. ഇന്ത്യയിലെ പരമോന്നത വിധിനിർണയ സ്ഥാപനമായ സുപ്രീം കോടതി സമൂഹത്തിൽ പ്രബലമായ സ്വാധീനം ചെലുത്തുന്ന വിധിന്യായങ്ങളാണ് 2025 പുറപ്പെടുവിച്ചത്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ അകാരണമായി അനിശ്ചിതകാലം തടഞ്ഞുവെക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിച്ചത് കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങൾക്കും ആശ്വാസവിധിയായിരുന്നു. രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് പറഞ്ഞ കോടതി സംസ്ഥാനത്തെ യഥാർത്ഥ അധികാര കേന്ദ്രം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെന്ന് ആവർത്തിച്ചു. വിവാദമായ വഖഫ് നിയമ ഭേദഗതിക്ക് സുപ്രീം കോടതി ഭാഗിക സ്റ്റേ നൽകിയതും ചർച്ചയായി. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായാണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ സ്വത്തുവിവരങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത്. 21 ജഡ്ജിമാരുടെ സ്വത്തുവിവരങ്ങളാണ് സുപ്രീം കോടതി പുറത്തുവിട്ടത്. അറസ്റ്റിനുള്ള കാരണം എഴുതി നൽകണമെന്ന വ്യവസ്ഥ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ബാധകമാണെന്ന കോടതി വിധി മനുഷ്യാവകാശം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളെ തൊഴിൽ സ്ഥലം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താനാവില്ലെന്ന് പറഞ്ഞതും സുപ്രീം കോടതിയാണ്. ലൈംഗിക അതിക്രമ പരാതികൾ പരിഹരിക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികൾക്ക് ICC രൂപീകരിക്കേണ്ടതില്ലെന്നും കോടതി പറഞ്ഞു. ആദ്യ FIRൽ സൂചിപ്പിച്ച സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഗൂഢാലോചന അന്വേഷണത്തിൽ വെളിപ്പെട്ടാൽ ഒരേ സംഭവത്തിൽ രണ്ടാമതൊരു FIR കൂടി രജിസ്റ്റർ ചെയ്യാമെന്ന സുപ്രധാന വിധിയും കോടതിയിൽ നിന്നുണ്ടായി. ക്രിമിനൽ പശ്ചാത്തലവും കുറ്റകൃത്യത്തിന്റെ തീവ്രതയും പരിഗണിച്ചു വേണം ഹൈക്കോടതികൾ കൊടും കുറ്റവാളികൾക്ക് ജാമ്യം നൽകാനെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധം തകരുമ്പോൾ പുരുഷനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്താനാവില്ലെന്ന നിർണായക വിധിയും കോടതിയിൽ നിന്നുണ്ടായത് ഇക്കൊല്ലമാണ്. അശ്രദ്ധമായി വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയാൽ ഇൻഷുറൻസിന് അർഹതയില്ലെന്നും കോടതി പറഞ്ഞു. ഒത്തുതീർപ്പിലെത്തിയാൽ അപൂർവ സാഹചര്യത്തിൽ ബലാത്സംഗ കേസ് റദ്ദാക്കാമെന്നും സുപ്രീം കോടതി വിധിച്ചു. ആരവല്ലിക്കുന്നുകളുടെ നിർവചനത്തിൽ വ്യക്തത വേണമെന്ന് പറഞ്ഞ കോടതി പുതുക്കിയ നിർവചനം മരവിപ്പിച്ചു. കൂടാതെ ലോട്ടറി വിൽപ്പനയ്ക്ക് കേന്ദ്രത്തിന് സേവന നികുതി ചുമത്താനാവില്ലെന്നും കോടതി വിധിച്ചു. പൊതുവിടങ്ങളിൽ നിന്നും തെരുവു നായ്ക്കളെ നീക്കണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവ് സുപ്രധാനമായിരുന്നു. എന്നാൽ തെരുവുനായ പ്രശ്നവും പടക്ക നിരോധന ഉത്തരവും ഗവർണർമാർക്ക് ബില്ലുകളിൽ ഒപ്പിടാനുള്ള സമയപരിധിയും ആരവല്ലിക്കുന്നുകളുമായി ബന്ധപ്പെട്ട മുൻ ഉത്തരവുകളിലെ പിഴവുകളും തിരുത്തിയ വർഷം കൂടിയാണ് കടന്നുപോയത്. ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.